വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി ശ്ലീഹ 4-ാം അധ്യായത്തിൽ യേശുവിന്റെ പരീക്ഷണം, ഗലീലായിലെ ശുശ്രൂഷയുടെ ആരംഭം, ആദ്യ ശിഷ്യന്മാരുടെ വിളി, രോഗശാന്തികൾ എന്നിവയെക്കുറിച്ചാണ്. ഈ അധ്യായത്തിന്റെ ആത്മീയ സന്ദേശങ്ങൾ: 1. വചനത്തിന്റെ ശക്തി. യേശു പരീക്ഷണങ്ങളെ വചനത്താൽ ജയിച്ചു. 2. ദൈവരാജ്യത്തിന്റെ വെളിച്ചം. ഇരുട്ടിൽ ഇരിക്കുന്നവർക്ക് യേശുവിൽ വെളിച്ചം ലഭിക്കുന്നു. 3. ശിഷ്യത്വത്തിന്റെ വിളി. യേശുവിനെ അനുഗമിക്കുന്നവർക്ക് പുതിയ ദൗത്യം, മനുഷ്യരെ പിടിക്കുന്നവരാക്കുക. 4. സുവിശേഷത്തിന്റെ ശക്തി. യേശുവിന്റെ ശുശ്രൂഷ, രോഗശാന്തിയും ആത്മീയ വെളിച്ചവും. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ മത്തായി 4-ാം അധ്യായം 4-ാം തിരുവചനം. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ മത്തായി 4-ാം അധ്യായം 10-ാം തിരുവചനം. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയൊരു പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. വിശുദ്ധ മത്തായി 4-ാം അധ്യായം 16-ാം തിരുവചനം. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. വിശുദ്ധ മത്തായി 4-ാം അധ്യായം 19-ാം തിരുവചനം. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീല മുഴുവനും ചുറ്റി സഞ്ചരിച്ചു. വിശുദ്ധ മത്തായി 4-ാം അധ്യായം 23-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.